ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ താഴത്തെ പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനൊന്ന് ചുമ്മാ പോയി. അതിന് പിന്നെ ഞാൻ ഒന്ന് അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു. അതിന് മുന്നേ നമ്മുടെ ഇവിടെ നമ്മുടെ തലേന്ന് ഇങ്ങനെ പുലികളി മാവേലിയൊക്കെ വന്ന് വിഷസൊക്കെ തരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ പുലികളി ഒക്കെ കളിച്ച് മാവേലിയൊക്കെ വന്ന് നമുക്ക് ഹാപ്പി ഒക്കെ തന്നു. അതേപോലെ തന്നെ നമ്മുടെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പണ്ട് ഞാനും നിന്നിട്ടൊക്കെ ഉണ്ട് പുലിയുടെ വേഷമൊക്കെ കിട്ടിയിട്ട്. പക്ഷേ എൻ്റെ ഇപ്പം എൻ്റെ ഫോട്ടോ ഇല്ലേ ഞാൻ അവിടെ ഒട്ടിച്ചതിന്. അപ്പോൾ അതേപോലെ ചെണ്ടോട്ടൊക്കെ ഉണ്ടായിരുന്നു, ചെണ്ടയല്ല നാസിക് ഡോളൊക്കെ കൊട്ടി നമ്മുടെ റോഡൊക്കെ അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ അതാ വെളുപ്പിനായപ്പോൾ അതോ നമ്മൾ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് എണീറ്റിരുന്നു. അമ്മ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചായിരുന്നു. നമ്മുടെ അവിടെയൊക്കെ വെളുപ്പിനാണ് ഓണം കൊള്ളുക. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണെന്നൊന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ തന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഈ പ്രാവശ്യത്തെ ഓണം അവിടെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ പോയി അമ്മായിൻ്റെയും മാമൻ്റെ കൂടെയൊക്കെ ആയിട്ട് പോയത്. അതാണ് എൻ്റെ മാമൻ, ഇതാണ് അമ്മായി. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. മാമനാണെങ്കിൽ ഫോണിൽ കുത്തായിരുന്നു. പിന്നെ മാമനും ഞങ്ങൾ കൂടി കുറച്ച് സെൽഫീസൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ കാട്ടിക്കൊണ്ടേക്കിരുന്നു. അത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഹേ ഗായ്സ്, നമ്മുടെ ചേച്ചി കൂടി ഉണ്ട്. ഹാപ്പി ഓണം. ചേച്ചിയൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് പുറത്തു പോയിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഓണക്കോടി എടുക്കാൻ വേണ്ടി നമ്മൾ പുറത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂരുള്ളൊരു കടയിൽ പോയി ഓണക്കോടിയൊക്കെ മേടിച്ചതാ. ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചാൽ ഞാൻ നമ്മൾ സദ്യയൊക്കെ കഴിച്ചതാ. നമ്മൾ വീട്ടിലെത്തിയതാ. ഇവിടുത്തെ പരിപാടിക്ക് വേണ്ടി പോവാണ്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസൊക്കെ ഞാൻ കാട്ടിത്തരാവേ. അപ്പം ഞാൻ താഴെ ചെന്നപ്പോൾ തന്നെ പരിപാടിയൊക്കെ നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുഞ്ഞു അനുമൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കുള്ള ഗെയിംസൊക്കെ തുടങ്ങി. അപ്പോൾ കുഞ്ഞൊക്കെ കൂടി സൂചിയിൽ നൂലോർക്കണ ഗെയിമില്ലായിരുന്നു, അവൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നേ. ഞാനും കുറച്ച് ഗെയിംസിലൊക്കെ ചേർന്നായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഓണത്തിൻ്റെ അന്ന്. അതേപോലെ അമ്മമാരുടെ വടംവലിയൊക്കെ ചേട്ടന്മാരുടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെടുക്കാൻ പറ്റില്ല. അമ്മമാരുടെ വടംവലി നല്ല ആവേശത്തോടെ അവർ വലിക്കുന്നുണ്ട്. അവസാനം അവരത് ജയിച്ചു. അപ്പോൾ നമ്മുടെ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ ഒരു വക ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം. നമുക്ക് അവിടെ പരിപാടിക്ക് പോകാം. അപ്പോൾ നമുക്ക് അവിടുത്തെ വിഷ്വൽസൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ നൈറ്റ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ പാട്ടും ഡാൻസൊക്കെ കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടിയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ചിപ്പിയാണ്. ചിപ്പിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, 2-3 ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു. അപ്പോൾ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കിയിട്ട് വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇത് ആൻറ്റിയുടെ കൂടെയും കുഞ്ഞുൻ്റെ കൂടെ അമ്മൂൻ്റെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ഡാൻസിൻ്റെ സമയമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാൻസ്. വന്നിട്ട് കുറച്ചാണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഡാൻസ് അടിപൊളിയായിട്ട് അത് ഞങ്ങൾ ഫിനിഷ്. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നിങ്ങൾക്ക് ഏത് പാട്ടാന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറേ സമ്മാനദാനങ്ങളൊക്കെ ആയി. രാവിലത്തെ ഗെയിംസിൻ്റെയും അങ്ങനെയൊക്കെ കുറേ സമ്മാനദാനങ്ങളൊക്കെ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ക്ഷീണിച്ചിരിക്കുന്ന കോലമുണ്ട്. അത് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി, കാരണം 10 മിനിറ്റുള്ള ഡാൻസായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ